നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടോക്കാട്ടാ. ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാട്ടാ. പക്ഷികളുടെ കൂജനങ്ങൾ, കാറ്റിൽ തഴുകുന്ന തേങ്ങ മരങ്ങൾ. അവിടെ താമസിച്ചിരുന്നത് രാമുവും ദേവൂട്ടിയും. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാമു ചോദിച്ചു, ദേവൂട്ടി, നാളെ എക്സാം ഉണ്ടല്ലോ. ദേവൂട്ടി ഒന്ന് ചിന്തിച്ചു. അതെ, പക്ഷേ ഞാൻ മാത്തൊന്നും പഠിച്ചില്ല. രാമു ചിരിച്ചു. ടെൻഷൻ വേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. അവർ ചിരിച്ചും സംസാരിച്ചും അങ്ങനെ മുന്നോട്ട് നടന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവർ ടൗണിലെത്തി. അവിടെ തിരക്കേറിയ വഴികൾ, കടകളും ബസ്സുകളും ജനങ്ങളുടെ ശബ്ദവും. ദേവൂക്കി ആവേശത്തോടെ പറഞ്ഞു, രാമു, നമുക്ക് ഐസ്ക്രീം വാങ്ങാമോ? രാമു ചിരിച്ചു. വാങ്ങാം, പോവാം. അവർ ഒരു ചെറിയ കടയിൽ ചെന്നു. ദേവൂട്ടി പറഞ്ഞു, എനിക്ക് ചോക്ലേറ്റ് വേണം. രാമു പറഞ്ഞു, എനിക്ക് സ്ട്രോബെറി. ഐസ്ക്രീം വാങ്ങിയ ശേഷം അവർ സന്തോഷത്തോടെ പുറത്തേക്ക് നടന്നു. അങ്ങനെ നടക്കുമ്പോൾ ദേവൂട്ടി പെട്ടെന്ന് നിന്നു. രാമു, നോക്ക്, ഇവിടെ ഒരു പേഴ്സ്. രാമു അതെടുത്തു. ഇതിൽ പണമുണ്ടാകാം, നമുക്ക് വെച്ചോളാം. അപ്പൊ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വ്യൂസും വരും. നിങ്ങൾക്ക് ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഓപ്ഷനാണ്. ഇതുപോലത്തെ നമുക്ക് സ്റ്റോറി വോയിസ് ഓവർ കൊടുത്ത്, ഞാൻ വോയിസ് ഓവർ കൊടുത്തതല്ല, ഞാനിത് വോയിസ് ഓവർ ക്രിയേറ്റ് ചെയ്തതാണ്. നല്ല അടിപൊളിയായിട്ട് ഫീലിംഗോട് കൂടിയിട്ട് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ ഫീലിംഗോട് കൂടിയിട്ടാണ് ഓൾറെഡി വോയിസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. AI വോയിസ് ഒന്നും പറയത്ത് പോലുമില്ല. നിങ്ങൾ ഓൾറെഡി വോയിസ് കേട്ടാൽ മനസ്സിലാവും നിങ്ങൾക്കത് വോയിസ് AI ജനറേറ്റ് ചെയ്തതാണെന്ന് പറയത്ത് പോലുമില്ല. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും നമുക്ക് എങ്ങനെയാണ് ഇതുപോലത്തെ ഒരു സ്റ്റോറി ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് എന്താണോ താല്പര്യം, എന്താണോ ആഗ്രഹം, അല്ലാണ്ട് എന്ത് വ്യൂസാണ് നിങ്ങൾക്ക്, എന്ത് വീഡിയോസാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വീഡിയോസിനനുസരിച്ചുള്ള നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി വേണമെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാട്ടോ. ഞാൻ ഓൾറെഡി ഫുൾ സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത് ഈ ഇതിൽ. അത് ഫുള്ള് വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട്, നിങ്ങൾക്ക് അറിവ് വലിയ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ തന്നെ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ChatGPT-നോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് വോയിസ് ഓവർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാട്ടോ. വാച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് എൻഡ് ആവുന്നത് ആ വീഡിയോസിന് വെച്ചിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പോകേണ്ടത് ട്രാൻസ്ലേറ്ററിലാണ്. ട്രാൻസ്ലേറ്ററിൽ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്താണോ സ്റ്റോറി വേണ്ടത് ആ സ്റ്റോറി സെർച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ എനിക്കൊരു സ്റ്റോറി വേണം. അതിന് 2 കുട്ടികൾ ഗ്രാമത്തിലൂടെ നടന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാ ഇവിടെ ടൈപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തെറ്റ് വന്നു കഴിഞ്ഞാൽ മിസ്റ്റേക്കെല്ലാം മാറ്റിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഡയറക്റ്റ് അവിടെ പോകും. എൻ്റെ അടുത്ത് മലയാളത്തിൻ്റെ കീവേഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് മലയാളത്തിൻ്റെ കീവേഡ് ഉണ്ടെങ്കിൽ മലയാളത്തിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ആകുമ്പോൾ നമുക്ക് വോയിസ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് വരും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കുറേ സ്റ്റോറി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വോയിസ് കൊടുത്തിട്ടുണ്ട്, തെറ്റിയ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് തെറ്റുന്ന ഭാഗമൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ ഇവിടെ. എന്നിട്ട് അത് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കോപ്പി എടുക്കാം. ഞാൻ ഇവിടെ തെറ്റിയ ഭാഗമൊക്കെ ശരിയാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം എല്ലാം അതിന് ശേഷം ഇവിടെ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ തന്നെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അക്ഷരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് തെറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണ്ട കേട്ടോ. അതിന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരെ പോകേണ്ടത് ChatGPT-യിലേക്കാണ് കേട്ടോ. അപ്പോൾ ChatGPT-യിൽ പോയിട്ട് ChatGPT-യിൽ ഓൾറെഡി അത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ, സ്റ്റോറി, പേര് എല്ലാം കൂടിയിട്ട് വന്നിട്ടുണ്ടാവും ഇവിടെ. സ്റ്റോറി
അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റോറി ആദ്യം നമുക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം, അല്ല വായിച്ച് നോക്കാം കേട്ടോ, ക്ലിയർ ഉണ്ടോ കറക്റ്റായിട്ടുണ്ടോ എന്നെല്ലാം നോക്കാം. അതിനുശേഷം ഇത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഞാൻ നോക്കുന്നുണ്ട് എല്ലാം ഫുള്ള് തെറ്റിയിട്ടുണ്ടോ കറക്റ്റ് ഉണ്ടോ എന്ന്. സ്റ്റോറി ഇവിടെ വന്നിട്ടുണ്ട്, രാമു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി എന്താണോ കൊടുത്തത് അത് അതേപോലെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാമു പറയുന്നതും അവർ രണ്ടുപേരും നടന്നു പോകുന്നതും എല്ലാ കാര്യങ്ങളും ഓൾറെഡി സീൻ ബൈ സീനായിട്ട് നമുക്ക് സീൻ 1 2 മിനിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, സീൻ 3 ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റോറി നമുക്ക് എന്ത് വേണ്ടത്, ഇനി നമ്മൾ ഇവിടുന്ന് ഫസ്റ്റത്തെ ഒരു ഇത് പ്രോമിറ്റ് ഉണ്ടല്ലോ അത് കോപ്പി ചെയ്തെടുക്കാം. അത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പോകേണ്ടത് നേരെ ഗ്രോക്കിലേക്കാണ് കേട്ടോ. ഗ്രോക്കിലേക്ക് പോവാം. ഗ്രോക്കിലേക്ക് പോയിട്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് ഇവിടെ ചെറിയൊരു ഇത് വീഡിയോ ക്രിയേറ്റ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഏത് ലാൻഡ്സ്കേപ്പ് ആണോ ഷോർട്ട് വീഡിയോ ആണോ ഏതെന്ന് കാണിക്കുന്നുണ്ടാവും, അത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴത്ത് ഇമേജ് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും, വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒറ്റൊരു വീഡിയോ ആയിട്ട് കിട്ടുള്ളൂ. എന്ത് വീഡിയോ ആണ് വരുന്നതെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ആ പ്രോംപ്റ്റ് കൊടുത്തപ്പം ഓൾറെഡി വീഡിയോ ജനറേറ്റ് ചെയ്യാണ് ഗ്രോക്ക്. അപ്പോൾ ഈ ഗ്രോക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി ലാസ്റ്റിൽ പറഞ്ഞുതരാം കേട്ടോ ഇതിൽ. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഗ്രോക്ക് ഇപ്പോൾ പെയ്ഡാണ്. അപ്പോൾ പെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ 2 രൂപ കൊടുത്തു കഴിഞ്ഞാലും കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കൊരു വീഡിയോ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇതാണ് ഓക്കെ, ഇങ്ങനത്തെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡിൽ തന്നെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിൽ തന്നെ കാണുന്ന ഒരു 3 ലൈൻ ഉണ്ടല്ലോ, റൗണ്ട് സർക്കിൾ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ടാമത് വേറൊരു രീതിയിൽ കിട്ടും കേട്ടോ. വേറൊരു രീതിയിൽ കിട്ടും. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ചെയ്യുക അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോകും. അപ്പോൾ നമുക്ക് ആ വീഡിയോ പിന്നീട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ആ റൗണ്ട് സർക്കിളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത് വേറെ സ്റ്റൈലിൽ കിട്ടും. ഇപ്പോൾ വേറെ സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. അതിന് രണ്ടാമത്തെ പ്രോംപ്റ്റ് എടുക്കാം കേട്ടോ. രണ്ടാമത്തെ പ്രോംപ്റ്റ് എടുക്കാം. നമുക്കിപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ മ്യൂസിക് ആവശ്യമില്ല, അത് മ്യൂസിക് കട്ട് ചെയ്യാനുള്ളതാണ്. ഓൾറെഡി മ്യൂസിക് വോയിസ് എല്ലാം ആയിട്ടാണ് ഗ്രോക്കിൽ തരിക. അപ്പോൾ നമുക്കതൊന്നും ആവശ്യമില്ല. രണ്ടാമത് അതേപോലെ പോയിട്ട് നമ്മൾ രണ്ടാമത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെയും ഗ്രോക്കിൽ ആ രണ്ടാമത്തെ പ്രോംപ്റ്റിൻ്റെ വീഡിയോ തരും കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഓക്കെ, 2 കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു പോകുന്ന വീഡിയോ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ആ റൗണ്ട് സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തരും. ഇപ്പോൾ ഇത് വേറെ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സീനാണ് വേണ്ടതെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വേറെ രീതിയിൽ വരും. കുറേ വെറൈറ്റി ആയിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈലിലായിരിക്കും നമുക്കത് ഗ്രോക്ക് തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു മാച്ച് ആവുന്ന രൂപത്തിൽ കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് മൂന്നാമത്തെ പ്രോംപ്റ്റ് എടുക്കാം. മൂന്നാമത്തെ പ്രോംപ്റ്റ് എടുത്തിട്ട് അതേപോലെ നമുക്ക് ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് വരണമെന്ന് അറിഞ്ഞിട്ടില്ല, നോക്കാം. ഓക്കെ, ഞാനിവിടെ ഇമേജ് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതിലാണ് ഇപ്പോൾ ഓൾറെഡി പ്രോംപ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇമേജ് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനത്തെ കുറേ ഇമേജ് കിട്ടും. അതിൻ്റെ ജസ്റ്റ് താഴത്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതേ ഇമേജ് വീഡിയോയിലേക്ക് കൺവേർട്ട് ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇത് സ്കൂളിൻ്റെ ആ പരിസരം കാര്യങ്ങളൊക്കെ വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറേ ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുത്തത്. അതിൽ കുറേ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ ഇഷ്ടമുള്ള ഇമേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഇതേപോലെ കുറേ ഇമേജ് വരും. അപ്പോൾ അതിൽ ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മേക്ക് ടു വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സീനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോംപ്റ്റ് കൊടുത്താലും ഓരോ സെക്ഷനായിട്ട് നിങ്ങൾക്ക് വീഡിയോ
കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് വോയിസ് ഓവർ കൊടുത്ത് മിക്സ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഞാൻ വേറൊരു പ്രോംപ്റ്റ് എടുക്കുന്നുണ്ട്. കുറച്ച് താഴോട്ടേക്ക് പോവാം. ഏത് പ്രോംപ്റ്റാണെന്ന് നോക്കാം. നമുക്ക് ഈ പ്രോംപ്റ്റാണ് വേണ്ടത്, അതെടുക്കാം. അതിന് ശേഷം നമുക്ക് അതേപോലെ രണ്ടാമത്തെ സീന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അതേ ഫോട്ടോയിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. നമുക്കിത് വേറെ വേറെ ഡിഫറെൻ്റ് ആയിട്ടല്ല വേണ്ടത്. നമ്മൾ ഓൾറെഡി ആ ഇമേജ് എടുത്തല്ലോ, ആ ഇമേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ആ ഇമേജ് അടക്കം ഇട്ടിട്ട് അതിന് ശേഷം പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് ആ പരിസരം ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ വേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് അതേപോലെ വരും. അതിന് ശേഷം ആ 2 കുട്ടികളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൃത്യമായിട്ട് അതേ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഫുള്ള് വീഡിയോയിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിൻ്റെ പിക്ചർ അവിടെ ഇട്ട് കൊടുത്താൽ മതി, ആ ഫയലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതേ സെയിം സീനിൽ കുട്ടികളും കിട്ടും. എന്താണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈ കുട്ടികൾ വേണം, ഇതേ സെയിം കുട്ടികളായിരിക്കണം. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനെ ക്രോപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടികളും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അതേ വീഡിയോ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് അതേ സെയിം കുട്ടികൾ കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ മാറിപ്പോവും. ഓക്കെ, ഞാൻ ഓൾറെഡി ഫയൽ എടുക്കുന്നുണ്ട്. അതിനായിട്ട് മുമ്പ് നിങ്ങൾ ആ കുട്ടികളെ സ്ക്രീൻഷോട്ട് എടുത്തല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി അത് ക്രോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കത് മാത്രം കോപ്പി ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗ്രോക്കിൽ പോവുക, ഫയലിലേക്ക് പോവുക. ഫയലിൽ പോയിട്ട് നമ്മൾ ആ ഇമേജ് സ്ക്രീൻഷോട്ട് എടുത്തല്ലോ അതവിടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതേ സീന്, അതേ വ്യക്തികളെല്ലാം, അതേ ഫേസ് ഒന്നും ചേഞ്ച് ആവാതെ നമുക്ക് കിട്ടും. കാരണം എന്തിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി ഇപ്പോൾ 2 കുട്ടികളാണ്. അപ്പോൾ ഇപ്പോൾ വേറെ സീനിൽ വേറെ കുട്ടികളാവാൻ പാടില്ല, ഇതേ കുട്ടികളാണല്ലോ സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതേ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതേ കുട്ടികൾ വേറെ സിറ്റിയിലേക്ക് എത്തി കേട്ടോ, ടൗണിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറി കിട്ടി, നമുക്ക് കുട്ടികൾ അതന്നായി. അപ്പോൾ നമ്മളത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓരോ വീഡിയോക്കും ഇതേ സെയിം കുട്ടികളായിരിക്കും വരുന്നുള്ളത് കേട്ടോ. That auto rickshaws in a hurry. Let's go see that jewelry store. Good idea. I love this walk. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്തും ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇമേജ് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അതേ സ്റ്റൈലിൽ അതേ വീഡിയോൻ്റെ ബാക്കി ഭാഗം കിട്ടത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഇമേജ് ആയിരിക്കും നമുക്ക് തരുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതേ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ആ കുട്ടികളെ ഇമേജ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതേ സെയിം ഒരേ ഇമേജ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ കുട്ടികളും ആ ബാക്ക്ഗ്രൗണ്ടും ഓൾറെഡി ഇമേജ് ഇട്ട് കൊടുത്ത് അതിന് ശേഷം പ്രോംപ്റ്റ് കൊടുത്ത് അതിന് ശേഷം പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് അതേ വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുക. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കട്ടെ. നമുക്ക് വേറെ പ്രോംപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിക്കാണും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി. അവർ ഓൾറെഡി ടൗണിലെത്തിയല്ലോ. ടൗണിലെത്തിയതിന് ശേഷം ഐസ്ക്രീമിൻ്റെ പോകുന്ന സീനാണ് നമുക്ക് പ്രോംപ്റ്റ് തന്നിട്ടുള്ളതെന്ന് തോന്നുന്നു ChatGPT. അപ്പോൾ അതിൻ്റെ സീനാണ് ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത് അവിടെ രണ്ടാമത് ഒന്നും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചെയ്യുക. അപ്പോൾ വേറെ സീന് കിട്ടും. ഇതേപോലെ സെയിം അതേ പ്രോംപ്റ്റിലുള്ള എന്താണോ പറഞ്ഞിരിക്കുന്നത് അതന്നെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നമുക്ക് സീന് ചിലപ്പോൾ മാറും, ബാക്ക്ഗ്രൗണ്ട് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലാവും, സൈഡിലേക്ക് കൂടിയിട്ടാവും, ക്യാമറ ആംഗിൾ മാറി കിട്ടും. അപ്പോൾ വേറെ രീതിയിൽ കിട്ടും. ഇപ്പോൾ ഇത് വേറെ രീതിയിലായി കേട്ടോ, കുറച്ച് സൂമിനായി, അവർ സംസാരിക്കുന്ന രീതിയിലായി, അങ്ങനെ അവർ പോകുന്ന സീനടക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സീൻ ബൈ സീനായിട്ട് നമുക്ക് ഇതേപോലെ ഓരോന്നും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, ഞാനിതിൽ നിന്ന് ഇപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ വേറൊരു രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. സൗണ്ട് ഓഫ് ചെയ്യാം. സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ സൗണ്ട് എടുക്കാം കേട്ടോ, വെക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെയും
അപ്പോൾ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. നെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മാഷ് ഉണ്ടെങ്കിൽ ഇതേ മാഷ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ മാഷ് മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഇതേ മാഷ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, എന്നാലും നമുക്ക് ഉപകാരപ്പെടും. ഇനിയിപ്പോൾ പ്രോംപ്റ്റ് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ പ്രോംപ്റ്റ് നോക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുക്കട്ടെ. ഡൗൺലോഡ് എടുക്കാൻ മറന്നുപോയി. എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് ഒന്നും കൂടി എടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ടാമത് ബാക്ക് പോവുക. 3 സെക്കൻഡ് കൊണ്ടുള്ള റെഡി ആവുന്നുണ്ട്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വോയിസ് The sunset is so ഇവിടെ ട്രാൻസ്ലേറ്ററിൽ പോവാം. ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക് പോവാം. അതിനുശേഷം നമുക്ക് ഇവിടെ പറയണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റോറീൻ്റെ ഫുള്ള് ലൈൻ ലിറിക്സ് വേണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറയുന്നുണ്ട്. ഓക്കെ, സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റാണോ കിട്ടുന്നത് വേറെ എന്തെങ്കിലും ആണോ കിട്ടുന്നത് നോക്കണ്ട. അപ്പോൾ നമുക്ക് വേണ്ടത് ആ സ്റ്റോറി ലൈനാണ് വേണ്ടത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോറി ലൈൻ എന്ന് വേണമെന്ന് കൊടുക്കാം. സ്റ്റോറി ലൈൻ. ഓക്കെ, സ്റ്റോറി ലൈൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അതുപോലെ നമുക്ക് ChatGPT തരും കേട്ടോ. ഇത് ഓൾറെഡി ഇവിടെ വേണം, അതൊന്നും ചെയ്യരുത്. അവിടെ എൻ്റെ താഴത്തേക്ക് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വോയിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്വന്തമായി അല്ലെങ്കിൽ അതിൻ്റെ ഉടമയെ കണ്ടെത്തും. ഓക്കെ, പച്ചപ്പം ചാർന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ പക്ഷികളോടെ. ഓക്കെ, നമുക്കിതൊരു ഇപ്പം നമുക്കൊരു ഫസ്റ്റ് ഇത് പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം, പക്ഷികളുടെ ഗുജനങ്ങൾ. ഓക്കെ, കാട്ടിലൊഴുകുന്ന തേങ്ങ. അങ്ങനെ നമുക്കൊരു സ്റ്റോറി കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം സ്കൂളിൽ കഴിഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ അപ്പോൾ ലാസ്റ്റത്തെയാണല്ലോ ഇത്. രാമു ചോദിച്ചു, ദേവട്ടി നാളെ എക്സാം ഉണ്ടല്ലോ. ഓക്കെ, നമുക്കിപ്പോൾ സ്റ്റോറി ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ ലൈൻ എടുക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ ലൈന് നമുക്ക് എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. കോപ്പി എടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യേണ്ടത്, ക്രോം ബ്രൗസറിൽ പോവാം. ക്രോം ബ്രൗസറിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഗൂഗിൾ AI സ്പീച്ച്. ഓക്കെ, ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കാം, സ്പീച്ച് ജനറേറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ജനറേറ്റ് സ്പീച്ച് എന്നുള്ളൊരു സെക്ഷൻ വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം നമുക്ക് വേണ്ടത് ഈ ഡോട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യട്ടെ. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മോഡ് 1. ഓക്കെ, ഇതിൽ ഫസ്റ്റ് മോഡ് 1 ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു വോയിസ് തിരഞ്ഞെടുക്കണം. ഓക്കെ, വോയിസ് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിൽ ജസ്റ്റ് ഇവിടെ വോയിസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവുമല്ലോ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് വോയിസ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാട്ടെ. ജസ്റ്റ് Ready to build something awesome today? Got a project in mind? What do you want to explore? Ready to make something amazing? What sparks your interest? What kind of masterpiece? What's a skill you'd like to? What kind of problem could we solve? What kind of project are you? What idea do you want to bring to life? ഓക്കെ, ഈ വോയിസ് തിരഞ്ഞെടുക്കാം. ഏതെങ്കിലും ഒരു വോയിസ് തിരഞ്ഞെടുക്കാം. നമുക്ക് തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇവിടെ നമ്മൾ ആ ടെക്സ്റ്റ് നമ്മൾ നേരത്തെ എടുത്തത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ റൺ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വോയിസ് എന്താണ് നമ്മൾ ഇവിടെ പറയുന്നുള്ളത് അത് അതേപോലെ മലയാളത്തിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വോയിസ് എടുക്കാം. പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം, പക്ഷികളുടെ കൂജനങ്ങൾ, കാറ്റിൽ തഴുകുന്ന തേങ്ങ മരങ്ങൾ. അവിടെ താമസിച്ചിരുന്നത് രാമുവും ദേവൂട്ടിയും. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സ്പീച്ച് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും കൂടി ജസ്റ്റ് ഒന്ന് പച്ചപ്പും ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓൾറെഡി ഡൗൺലോഡ് ഫയലായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഇതാണ് കിട്ടിയിരിക്കുന്നത്.
അതിന് ശേഷം നമ്മൾ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരേ ഫോണിൽ ചെയ്യണം ഒന്നിച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം ഇൻഷോട്ട് നിങ്ങൾ ഏതാണോ എഡിറ്റിംഗ് ആപ്പിലേക്ക് പോകുന്നത് ആ എഡിറ്റിംഗ് ആപ്പിലേക്ക് പോകട്ടെ. ഞാൻ ഓൾറെഡി ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇൻഷോട്ടിൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇൻഷോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാൻ ആദ്യത്തെ ഒരു വീഡിയോൻ്റെ സ്റ്റോറി കഥ പറയുന്നുണ്ടല്ലോ, ആ കഥ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു ജസ്റ്റ് ആദ്യം എടുത്ത വീഡിയോസ് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടു. അതിന് ശേഷം ഇവിടെ നമുക്ക് അത് ഏത് യൂട്യൂബ് ഫീൽഡിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് യൂട്യൂബിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് 16:9 ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഷോർട്ട് വീഡിയോ ആണെങ്കിൽ 9:16 കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി 16:9 കൊടുത്തതിന് ശേഷം നമുക്കിത് ഇവിടെ എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. നമുക്ക് ഓക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ എല്ലാവരും അത് നമുക്ക് എന്ത് ചെയ്യണം, ആ ഓഡിയോ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഓഡിയോ ജസ്റ്റ് മ്യൂട്ട് ചെയ്യാം കേട്ടോ. വേണ്ടെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് മാത്രമല്ല കുഴപ്പമില്ല, അതിൽ വേറെ ഒന്നും ഇല്ല. അപ്പോൾ നല്ല മ്യൂസിക്കോട് കൂടിയിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് ഓഡിയോ വേണം, ഓഡിയോ എടുക്കാം. ഓഡിയോ എടുത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഓഡിയോസ് ജസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ, നോക്കാതെ. പച്ചപ്പും ഓക്കെ ശാന്തതയും വീഡിയോ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ audio പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. പക്ഷികളുടെ കൂജനങ്ങൾ, കാറ്റിൽ തഴുകുന്ന തേങ്ങ മരങ്ങൾ. ഓക്കെ നമുക്കപ്പോൾ എത്ര ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വോയിസിനനുസരിച്ച് വോയിസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പീഡ് കൂട്ടി കൊടുക്കാം കേട്ടോ. ആ വോയിസ് ജസ്റ്റ് ഭയങ്കര സ്ലോ ആണെങ്കിൽ സ്പീഡ് കൂട്ടി കൊടുക്കാം. വോയിസിൻ്റെ സ്പീഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടുന്നുണ്ട്, 1.5 ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് നോക്കട്ടെ. പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. പക്ഷികളുടെ കൂജനങ്ങൾ, കാറ്റിൽ തഴുകുന്ന തേങ്ങ മരങ്ങൾ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ, കുറച്ചും കൂടി സ്പീഡിൽ പറയുന്നുണ്ട്. ഇനിയും കുറച്ചും കൂടി സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതിപ്പോൾ എത്ര സ്പീഡിൽ കൂട്ടുന്നുണ്ടെങ്കിൽ അത്ര സ്പീഡിൽ നമുക്ക് ഓൾറെഡി ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് നമുക്കൊരു ലിമിറ്റ് വെച്ചിട്ടാണ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കിട്ടും കേട്ടോ. പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. ഇത് പെർഫെക്റ്റ് ആണ്. പക്ഷികളുടെ കൂജനങ്ങൾ, കാറ്റിൽ തഴുകുന്ന തേങ്ങ മരങ്ങൾ. അവിടെ ഓക്കെ നമുക്കിത് പെർഫെക്റ്റ് ആണ്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഏത് വീഡിയോ ആണെന്ന് നോക്കാം. നമുക്ക് അതിന് ശേഷമുള്ള വീഡിയോസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോസ് എന്താണ് പറയുന്നുള്ളത് ആദ്യം നോക്കാം കേട്ടോ. ആദ്യം എന്താണ് അതിന് ശേഷം പറയുന്നത്. പച്ചപ്പും ശാന്തതയും നിറഞ്ഞ അപ്പോൾ ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോസ് ഇട്ടെടുത്തേ പറ്റൂ, എന്നാലേ അത് ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്കൊരു വേറൊരു വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു വീഡിയോ ഇട്ടെടുത്ത് അപ്പോൾ രണ്ടാമത് നമുക്ക് ഒരു വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട്. നോക്കാം ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. What a beautiful day for a walk. Yes, the fields look so green. Let's go to the big tree. Great. പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. പക്ഷികളുടെ കൂജനങ്ങൾ, കാറ്റിൽ തഴുകുന്ന തേങ്ങ മരങ്ങൾ. അവിടെ താമസിച്ചിരുന്നത് രാമുവും ദേവൂട്ടിയും. Yes, the ഒരു fields look ദിവസം so green. സ്കൂൾ കഴിഞ്ഞ് Let's go to അവർ the big രണ്ടുപേരും tree. വീട്ടിലേക്ക് Great idea. നടക്കുകയായിരുന്നു. We can play there. ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോയിസ് നമുക്ക് വേണ്ട, ഇതിൻ്റെ വോയിസ് വേണ്ട, നമുക്ക് ഇതിൻ്റെ താഴത്തുള്ള വോയിസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒറിജിനൽ വോയിസ് വേണ്ട ഈ വീഡിയോൻ്റെ. അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ വോളിയം എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇത് ജസ്റ്റ് മ്യൂട്ട് ചെയ്യുക. ഇവിടെ ആൾ നിലത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഓഡിയോവും പോകും. അപ്പോൾ നമുക്ക് ഇത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം എങ്ങനെയാണ് വീഡിയോ വരുന്നത് നോക്കാം കേട്ടോ. പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. പക്ഷികളുടെ കൂജനങ്ങൾ, കാറ്റിൽ തഴുകുന്ന തേങ്ങ മരങ്ങൾ. അവിടെ താമസിച്ചിരുന്നത് രാമുവും ദേവൂട്ടിയും. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഓക്കെ നമുക്ക് ഒരു സ്റ്റോറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് വെച്ച് നമുക്കത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ ഡിലീറ്റ് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടുപേരും നല്ല ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് വീഡിയോ ഏതാണെന്ന് നോക്കിയിട്ട് ആ
ആ വീഡിയോനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വീഡിയോ എന്ന് ആദ്യം നോക്കണം, സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ വീഡിയോ എടുക്കണം കേട്ടോ. വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കാം, ഈ വീഡിയോ എടുക്കാം കേട്ടോ. ഇതായിരിക്കും നമ്മൾ ഇതാണ് സംഭവം. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓഡിയോ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലോ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് നമുക്കൊരു വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ, നമ്മൾ രണ്ടാമത് ഇവിടുന്ന് ബാക്കപ്പ് കേട്ടോ. ബാക്കപ്പ് പോയതിന് ശേഷം നമുക്ക് ജിമിനി ആപ്പിലേക്ക് പോകണം. ജിമിനി ആപ്പിലേക്ക് പോയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ദയവിട്ട് ചോദിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാമു ചോദിക്കുന്നു, ദേവുട്ടി നാളെ എക്സാം ഇല്ലല്ലോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വോയിസ് മൊത്തം ഒരു അതേ വോയിസ് ഓവറിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ലാതെ അവർ സംസാരിക്കുന്ന രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ നല്ല സീൻ 2ൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് എടുക്കുന്ന കേട്ടോ. കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ബാക്കപ്പ് ഫുള്ള് കട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതേ വോയിസ് ഓൾറെഡി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത വോയിസ്, അതേ വോയിസിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല രാമുട്ടീൻ്റെ ദേവുട്ടീൻ്റെ സെപ്പറേറ്റ് വോയിസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതൊന്ന് രണ്ടും കൂടി വേണമെങ്കിൽ ട്രൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ചെയ്യേണ്ടത്. ഓൾറെഡി ഞാനിത് റണ്ണ് കൊടുത്തു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാമു ചോദിച്ചു, ദേവുട്ടി നാളെ എക്സാം ഉണ്ടല്ലോ. ദേവുട്ടി ഒന്ന് ചിന്തിച്ചു. അതെ, പക്ഷേ ഞാൻ മാത്തൊന്നും പഠിച്ചില്ല. രാമു ചിരിച്ചു. ടെൻഷൻ വേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. അവർ ചിരിച്ചും സംസാരിച്ചും അങ്ങനെ മുന്നോട്ട് നടന്നു. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ വോയിസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് ഇൻഷോട്ടിലേക്ക് പോകട്ടെ. രണ്ടാമത് ഒന്നിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യാം. ഞാനിതിപ്പോൾ സെപ്പറേറ്റ് കാണിക്കുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് ഇടേണ്ടതെന്ന്, എവിടെയാണ് കിട്ടേണ്ടതെന്ന്, എവിടെയാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പം ഞാനിതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ഒന്നിച്ചിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് എഡിറ്റിംഗ് ആപ്പിലിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വഴിയെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോ എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഓഡിയോ എടുക്കും. ഓഡിയോ എടുത്തതിന് ശേഷം ഇവിടെ മ്യൂസിക്കിൽ പോവാം. ലാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാമു ചോദിച്ചു, ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഇവിടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ മാച്ച് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ റൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. റൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാച്ചായിട്ട് വരും കേട്ടോ. രണ്ടും കൂടി നോക്കാം. നമുക്ക് പ്ലേ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാമു ചോദിച്ചു, ദേവുട്ടി നാളെ എക്സാം ഉണ്ടല്ലോ. ദേവുട്ടി ഒന്ന് ചിന്തിച്ചു. അതെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ വരെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേവ് ചിന്തിച്ച് പക്ഷേ അതിൻ്റെ മറുപടി പറയുന്നുണ്ടല്ലോ. അപ്പം മറുപടി പറയുന്ന സീന് നമുക്ക് എവിടെ നിന്ന് കിട്ടും, അതിവിടെ എടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇത് അല്ല കേട്ടോ, ഇത് ടൗണിലേക്ക് എത്തി അവർ. ഈ പ്രോംപ്റ്റ് ആണെങ്കിൽ ഇത് അവർക്ക് ടൗണിലേക്ക്. Good morning. What a beautiful day. It really is. Look at all the അതല്ല വേണ്ടത്. അതിന് ശേഷം നമുക്ക് ഇവരെന്നെ വീഡിയോസാണ് വേണ്ടത്. വേറെ എഡിങ് ഉണ്ട് നോക്കാട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അത് തന്നെ ഇട്ട് കൊടുക്കുക. അതേ വീഡിയോസ് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ സംസാരിച്ചു കൊണ്ട് പോവുകയാണല്ലോ. What a great day for school. ഇതിൻ്റെ വോയിസ് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒന്ന് എടുത്ത് നോക്കാം. പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. പക്ഷികളുടെ കൂജനങ്ങൾ, കാറ്റിൽ തഴുകുന്ന തേങ്ങ മരങ്ങൾ. അവിടെ താമസിച്ചിരുന്നത് രാമുവും ദേവുട്ടിയും. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാമു ചോദിച്ചു, ദേവുട്ടി നാളെ എക്സാം ഉണ്ടല്ലോ. ദേവുട്ടി ഒന്ന് ചിന്തിച്ചു. അതെ, പക്ഷേ ഞാൻ മാത്തൊന്നും പഠിച്ചില്ല. രാമു ചിരിച്ചു. ടെൻഷൻ വേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം.
അവർ ചിരിച്ചും സംസാരിച്ചും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി. അപ്പം നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു ഭാഗം, അപ്പം നമുക്കത് ഒപ്പിക്കണം, ട്രാക്ക് ഒപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പ്ലിറ്റ് കൊടുക്കുക കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഒരു സ്പ്ലിറ്റ് കൊടുക്കുക. അവർ എവിടെയാണോ നടന്നു പോകുന്നുള്ളത് ആ നടന്നു പോകുന്ന ഭാഗം ഇവിടുന്ന് സ്പ്ലിറ്റ് കൊടുക്കുക. ഇവിടെ ഒരു സ്പ്ലിറ്റ് കൊടുക്കുക കേട്ടോ. ഇവർ നടന്നു പോകണമല്ലോ, സ്പ്ലിറ്റ് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് എടുത്തിട്ട് ഇതിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഭാഗം ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. ആ വോയിസിനനുസരിച്ചിട്ടുള്ളത്. വോയിസ് വന്നില്ല, സ്റ്റാർട്ടിങ് നടക്കുക. നമ്മുടെ ഓഡിയോ കട്ടായിട്ടുണ്ട്. ഒരു മിനിറ്റ്. പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. പക്ഷികളുടെ കൂജനങ്ങൾ, കാറ്റിൽ തഴുകുന്ന തേങ്ങ മരങ്ങൾ. അവിടെ താമസിച്ചിരുന്നത് രാമുവും ദേവൂട്ടിയും. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാമു ചോദിച്ചു, ദേവൂട്ടി, നാളെ എക്സാം ഉണ്ടല്ലോ. ദേവൂട്ടി ഒന്ന് ചിന്തിച്ചു. അതെ, പക്ഷേ ഞാൻ മാത്ത് ഒന്നും പഠിച്ചില്ല. രാമു ചിരിച്ചു. ടെൻഷൻ വേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. അവർ ചിരിച്ചും സംസാരിച്ചും അങ്ങനെ മുന്നോട്ട് നടന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര ഭാഗം കിട്ടിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണ്ടേ, ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കൂടി മുന്നോട്ട് പോകണം. അപ്പം നെക്സ്റ്റ് ആദ്യം വോയിസ് ജനറേറ്റ് ചെയ്യണം. നമ്മൾ വോയിസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് നമ്മൾ ChatGPT-യിലേക്ക് പോകണം കേട്ടോ. ChatGPT-യിലേക്ക് പോയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ സീൻ ഉണ്ടല്ലോ, അതിൻ്റെ നെക്സ്റ്റ് സീൻ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് സീൻ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് സമയം കഴിഞ്ഞ് അവർ ടൗണിലെത്തി അവിടെ തിരിച്ചു. ഓക്കെ, ഇതാണ് സീൻ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഈ പ്രോംപ്റ്റ് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത് നമ്മൾ വോയിസ് ജനറേറ്ററിൽ പോവുക. വോയിസ് ജനറേറ്ററിൽ പോയിട്ട് നമുക്ക് അതേ വോയിസാണ് വേണ്ടത്, ആ വ്യക്തിയാണ് സംസാരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഇവിടെ ജസ്റ്റ് വെയിറ്റ്, എല്ലാം ബാക്ക് എടുക്കുക. ബാക്ക് എടുത്തതിന് ശേഷം ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, റണ്ണ് കൊടുക്കുക. റണ്ണ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു വോയിസ് കിട്ടും കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗം. കുറച്ച് സമയം കഴിഞ്ഞ് അവർ ടൗണിലെത്തി. അവിടെ തിരക്കേറിയ വഴികൾ, കടകളും ബസ്സുകളും ജനങ്ങളുടെ ശബ്ദവും. ദേവുക്കി ആവേശത്തോടെ പറഞ്ഞു, രാമു, നമുക്ക് ഐസ്ക്രീം വാങ്ങാമോ? രാമു ചിരിച്ചു. വാങ്ങാം, പോവാം. ഓക്കെ, നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. എങ്ങനെയാണ് ഈ വീഡിയോ വരുന്നത് നോക്കാം. നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തു. അതിന് ശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് ഇതിൽ പോവുക. ഇതിലെല്ലാം കൊണ്ട് നമ്മൾ ഇതിൽ പോവുക. അതിന് ശേഷം നമുക്ക് ഒരു വീഡിയോ, ഏതെങ്കിലും വീഡിയോ, ഐസ്ക്രീം വാങ്ങി നമുക്ക് വോയിസ് കേട്ടല്ലോ. അപ്പോൾ അവർ ടൗണിലേക്ക് എത്തിയ സീന് നമുക്ക് വേണം. അപ്പോൾ ടൗണിലേക്ക് എത്തി, ഐസ്ക്രീം മേടിച്ചിട്ടില്ല, പക്ഷേ ടൗണിലേക്ക് എത്തിയ സീനാണ് നമുക്ക് വേണ്ടത്. ഐസ്ക്രീം മേടിക്കുന്നത് ഇടാം. അപ്പോൾ രണ്ട് സീൻ ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ടൗണിലേക്ക് എത്തിയെന്ന് പറയുന്ന സംഭവം ഇതാണ്. Good morning! What a beautiful day! It really is! Look at അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോയിസ് ഫസ്റ്റ് കട്ട് ചെയ്യാം. ഇതിൻ്റെ വോയിസ് നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ വോയിസ് ഇവിടുന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. മ്യൂട്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. രണ്ടാമത്തെ വീഡിയോൻ്റെ ഇതിൻ്റെയും വോയിസ് മ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വോയിസ് ഇട്ട് കൊടുക്കണം. വോയിസ് ഇട്ട് കൊടുക്കേണ്ടത് എവിടെയാണ്, ഈ അവസാന വോയിസ് എവിടെയാണോ കട്ടായത് അവിടെയാണ് നമുക്ക് വോയിസ് ഇടേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവിടെ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓഡിയോൻ്റെ ബാക്കി ഭാഗം എവിടെയാണോ കട്ടാവുന്നത് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് ട്രാക്ക് കറക്റ്റായിട്ട് ടൈം ലൈന് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റത്തെ ഓഡിയോ. കുറച്ച് സമയം കഴിഞ്ഞ് അവർ ടൗണിലെത്തി. ഇതാണ് ഓഡിയോ. ജസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ജസ്റ്റ് ടച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ടച്ച് ആക്കി വെക്കാം.
അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഒരു ലാഗ് ഇല്ലാതെ അവിടെ സ്പേസ് ഇല്ലാതെ നമുക്ക് കിട്ടും സംസാരിക്കുന്ന രീതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ പ്ലേ ചെയ്ത് നോക്കാം. ജസ്റ്റ് ആ റേറ്റിൽ കൊടുക്കാം, നമുക്ക് അത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഹാങ് ആകുന്നത് കൊണ്ടാണ് നമുക്ക് വോയിസ് കേൾക്കാത്തത്. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള വോയിസ് കിട്ടും കേട്ടോ. പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. പക്ഷികളുടെ കൂജനങ്ങൾ, കാറ്റിൽ തഴുകുന്ന തേങ്ങ മരങ്ങൾ. അവിടെ താമസിച്ച് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രോപ്പറായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ലൈനും ഇതെല്ലാം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഗ്രോക്കിൻ്റെ സിഗ്നൽ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും സ്റ്റിക്കർ ഇട്ട് കൊടുക്കാം കേട്ടോ. അവിടെ അതിന് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കർ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഇവിടെ സബ്സ്ക്രൈബർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ സബ്സ്ക്രൈബർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കുറേ ടാബ് കിട്ടും. സബ്സ്ക്രൈബറിൻ്റെ ഏതെങ്കിലും ഒരു ടാബ് എടുക്കാം, ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കപ്പ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ സബ്സ്ക്രൈബറിൻ്റെ ഇത് ഇവിടുന്ന് ഈ ഗ്രോക്ക് നൽകുന്ന ഈ സിഗ്നൽ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് കിട്ടി. അത് ഫുള്ള് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ അതിനുശേഷം നമുക്ക് ഇത് ലാസ്റ്റ് എൻഡ് വരെ ഇവിടെ ഇത് നീട്ടി വെക്കാം കേട്ടോ. നീട്ടി വെക്കുന്ന സമയത്ത് നമുക്ക് ഗ്രോക്കിൻ്റെ ആ ഒരു ലോഗോ അവിടെ നിന്ന് പോയി കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ മ്യൂസിക്കലിൽ ആഡ് ചെയ്തിട്ട് ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഞാനിതിൽ കൊളാബ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലോഗോ ഉണ്ടല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ. വീഡിയോസ് അതിലാണ് ഇടുന്നത്, എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടില്ല. ഞാൻ